പുതിയൊരു ആനിമി റിലീസ് ചെയ്തിട്ടുണ്ട്, നിഞ്ച കമോയി. അതിൻ്റെ ആദ്യ എപ്പിസോഡ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ വേറെ ലെവൽ സാധനം, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദി വേൾഡ് സാധനം കിഡിലിനായിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് മാത്രം കണ്ടിട്ട് എങ്ങനെയത് പറയാൻ തോന്നുന്നതെന്ന് ചോദിച്ചാൽ, ഈ പൈലറ്റ് എപ്പിസോഡാണ് ബാക്കി നമ്മളെല്ലാത്തിലേക്കും കൊണ്ടുപോകുക. വൺ ഓഫ് ദി ബെസ്റ്റ് പൈലറ്റ് എപ്പിസോഡ് ഇൻ ആനിമി ഐ ഹാവ് എവർ സീൻ. ഇതിനു മുമ്പ് അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ പൈലറ്റ് എനിക്കിഷ്ടമാണ്. ദെൻ ഇപ്പോൾ വിൻലൻഡ് സാഗയുടെ, ദെൻ ബ്ലേഡ് ഓഫ് ദി ഗാർഡിയൻസ് പറഞ്ഞ സീരീസ് എന്നിങ്ങനെ ചില ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആനിമീസിൻ്റെ പൈലറ്റ് മാത്രമേ ഇങ്ങനെ ഇത്ര ഹുക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കി ഇപ്പോൾ വലിയ വലിയ സീരീസുകൾ, ഇപ്പോൾ ഡീമൺ സ്ലെയർ ആയിക്കോട്ടെ, വൺ പീസ്, നറൂട്ടോ, ഇതിനൊന്നും പൈലറ്റ് എനിക്ക് അത്രയധികം ഹുക്കായിട്ടില്ല. ഈ പൈലറ്റ് എപ്പിസോഡ് ഹുക്കായി പിന്നെ നമ്മൾ വിട്ടില്ല. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ക്വാളിറ്റി കിട്ടും, എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് കിട്ടും. ഇപ്പം തന്നെ പറയാം, ഇറ്റ് വിൽ ബി എ മാസ്റ്റർ പീസ്. കാരണം ടിപ്പിക്കൽ ടെംപ്ലേറ്റ് സാധനങ്ങൾ നമ്മൾ കണ്ടുപിടുത്തിരിക്കുന്ന സമയത്താണ്. ഇതൊരു സാമുറായി സ്റ്റോറിയാണ്, അതും വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ തന്നെയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ജോൺ വിക്ക് ലെവൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ ലിയോ, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ ഒക്കെ അതേ കഥ തന്നെയാണ്. ഒരു വലിയ ക്ലാനിൽ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, എന്നാൽ ഇപ്പോൾ റോഗായിട്ടുള്ളൊരു നിഞ്ച തൻ്റെ ഫാമിലി ലൈഫായിട്ട് സെറ്റിൽഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പാസ്റ്റ് ലൈഫ് ഹോൾഡ് ചെയ്യും. ഈ ഒരു ഫാമിലിക്ക് ഒരു ത്രെട്ട് വരുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിൽ കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആദ്യ എപ്പിസോഡിൽ തന്നെ തീർന്നു കഴിഞ്ഞു. സോ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഒരു പക്ക ജോൺ വിക്ക് സാധനമാണ്. സോ ഇറ്റ് വിൽ ബി സോ ഗ്രേറ്റ്. കാരണം ഗംഭീരമായിട്ട് തന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഉള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ ഓവർ ദി ടോപ്പ് നോച്ച് സാധനം. കിഡിലൻ ആക്ഷൻ സീക്വൻസുകൾ, ഫൈറ്റ് കൊറിയോഗ്രഫി, അതിൽ ഉപയോഗിക്കുന്ന സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈൻ ഒക്കെ തന്നെ ഒരു ഫാസ്റ്റ് പേസ്ഡ് ത്രില്ലർ ആക്ഷൻ എൻ്റർടൈനർ കാണുന്ന ഒരു ഫീലാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ക ജോൺ വിക്കിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെ കണ്ടൊരു ഫീൽ എനിക്കിത് കാണുമ്പോൾ കിട്ടുന്നുണ്ട്. എന്നാൽ ഇത് കൂടാതെ ആ ഒരു ക്യാരക്ടേഴ്സിലുള്ള ആ ഒരു പുഷ്, ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ആ ഒരു നീഡ് ഓഫ് ദി ക്യാരക്ടറൊക്കെ പ്രോപ്പറായിട്ട് ഈ ഒരു മിനിമം ടൈമിൽ അവർക്ക് കാണിക്കാൻ സാധിച്ചു. ചിലപ്പോൾ ഒരു ഫുൾ ലെങ്ത് സിനിമയിലൂടെ തന്നെ ചിലത് നമുക്ക് കണക്റ്റ് ആവില്ല. ഇതൊരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ 16 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മളോട് കണക്റ്റ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഒരു ഫാമിലി ലൈഫ്, ആ ഒരു ഫാമിലിക്ക് ഒരു ത്രെട്ട് വരുമ്പോൾ അയ്യോ എന്ന് നമുക്ക് തോന്നിപ്പോകണമെങ്കിൽ ആ മിനിമൽ ടൈം കൊണ്ട് അവരെ എത്രയും കിഡിലിനായിട്ട് സ്ക്രീനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇറ്റ്സ് വെൽ റിട്ടൺ ഷോ എന്ന് പറയും. ജസ്റ്റ് ഒരു ആക്ഷൻ സീക്വൻസ് കൊണ്ട് മാത്രമല്ല, മൊത്തത്തിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ പ്രോപ്പറായിട്ട് കൺവേ ആവുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം രസം തോന്നുന്നത്. ദെൻ ആക്ഷൻ സീക്വൻസുകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ വേണമെങ്കിൽ ഇത് കാണാം. ഇഫ് യു ലൈവ് ആക്ഷൻ, ആ ഒരു ടിപ്പിക്കൽ ജോണറിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വളരെ ലെയ്മനായിട്ടുള്ള സ്റ്റോറി ലൈൻ ആണെങ്കിലും ആക്ഷൻ സീക്വൻസുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കേണ്ട ഒരു ഗംഭീര ഐറ്റം തന്നെയാണ് നിഞ്ച കമോയി. ആൻഡ് ഈ സീരീസ് സർപ്പാസ് ചെയ്യുന്ന വേറെ കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സാമുറായി എന്ന് പറഞ്ഞ ആ ഒരു, അല്ലെങ്കിൽ നിഞ്ച എന്ന് പറയുന്ന ആ ഒരു ടെംപ്ലേറ്റിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജപ്പാനീസ് തന്നെ, അല്ലെങ്കിൽ ആനിമയിൽ അല്ലാണ്ട് ഒരുപാടുണ്ട്. ഇപ്പോൾ ആനിമൽ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ബ്ലൂ ഐ സാമുറായി ഇതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളാണ്. കുറേ തന്നെ ഇപ്പോൾ ടക്കാഷി മിയയ്ക്ക് പോലൊരു ഡയറക്ടറൊക്കെ ചെയ്തു വെക്കുന്നത് ഫുൾ ഇങ്ങനത്തെ സാധനങ്ങളാണ്. കുറേ തന്നെ റുറോണി കെൻഷിൻ ആനിമീസും സിനിമാസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റിലാണ് പുതിയൊരു സാധനം കൊണ്ടുവരുന്നത്. സോ അതിലെന്തെങ്കിലുമൊക്കെ പുതുമയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഓൾറെഡി കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ കണ്ടുവച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇത്രയും കണ്ടിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ എനിക്ക് തോന്നിയിട്ട് ഇതിൻ്റെ ഒരു ഫോർമുലയിലുള്ള ഡിഫറൻസ് ആണ്. കാരണം ഇപ്പോൾ ഒരു ജോൺ വിക്ക് ലെവലിലുള്ള ആ ഒരു സ്റ്റൈലിഷ്ഡ് ആക്ഷൻ കൊറിയോഗ്രഫി പ്ലസ് ഈ ഒരു സാമുറായി അല്ലെങ്കിൽ നിഞ്ച ക്യാരക്ടർ, ഇപ്പോൾ നമ്മുടെ നിഞ്ച അസാസിൻ എന്ന് പറഞ്ഞൊരു മൂവി, അതുപോലെയൊക്കെ നമുക്കിത് ഫീൽ ചെയ്യും. പക്ഷെ ഇതൊന്നും നമ്മളെ ഓർമ്മിപ്പിക്കാൻ പോലും വിടില്ല. അത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് ഈ സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ജസ്റ്റ് ഒരു ഫസ്റ്റ് എപ്പിസോഡ് കൊണ്ട് തന്നെ എനിക്ക് ഇത്രയധികം ഇഷ്ടമായി. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു നോക്കണം എന്ന് പറയാം. ആൻഡ് മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമുണ്ട് ഇത് കണ്ടു കഴിഞ്ഞു. കാരണം ഈ കാർട്ടൂണാണ് ആനിമി എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. കാരണം ജസ്റ്റ് ഒരു 20 മിനിറ്റ് കൊണ്ട് ഓക്കെ ഇതല്ല ഇവർ പറയണതിൽ കാര്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല പൈലറ്റ് എപ്പിസോഡ് കൊടുക്കാൻ ഇതിൽ സാധിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് വൺ ഓഫ് ദി ഗ്രേറ്റ് പൈലറ്റ് എപ്പിസോഡ് ഐ ഹാവ് എവർ സീൻ. സോ ഇത് ബാക്കിയുള്ളവർക്ക്, അല്ലെങ്കിൽ ആനിമി കാണാത്തവർക്ക് ഒരു നല്ല മുതൽക്കൂട്ടാവും എന്നുകൂടി തോന്നുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ആനിമി കാണാത്ത ഫ്രണ്ട്സിന് ഈ സാധനം നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റാർട്ട്. ഇതിപ്പോൾ അഡൽട്ട് സ്വിമ്മിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഇതുപോലത്തെ കുറേ ഗംഭീര സാധനമുണ്ട്. ഓൾറെഡി പ്രൈമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കുറേ വർഷം ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രൈമിലൊരു ആനിമി എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആനിമേറ്റഡ് ആണ്. അതിൽ പ്രത്യേകിച്ച് ഭാഷയില്ല. ഇത് പക്ഷേ ജപ്പാനീസ് ആണ് ഒറിജിനൽ. സോ അഡൽട്ട് സ്വിമ്മ്. ദെൻ ഇപ്പോൾ ഇന്ത്യയിൽ ഐ തിങ്ക് HBO Maxിലൂടെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു റിലീസ് ചെയ്യുന്നത്. സോ സാധനം ഓൺലൈനിലുണ്ട്, കണ്ടുവെക്കാം. കിഡിലിനാണ്. ഇനി ഓരോ എപ്പിസോഡുകളും ഓരോ വീക്കിലായിരിക്കും റിലീസ് ചെയ്യുക. മൊത്തം 12 എപ്പിസോഡാണ് ഫസ്റ്റ് സീസണിലുള്ളത് എന്നാണ് പറയുന്നത്. സോ ഈ സാധനം കണ്ടുവെക്കാം. കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.